ജാക്കിക്കൊരു ബ്രേക്ക് നൽകാൻ ശ്രമിച്ച ലോവോയുമായി വീണ്ടും സന്ധിച്ചു. അദ്ദേഹം ഒരു സിനിമയിൽ നായകവേഷം ഓഫർ ചെയ്തെങ്കിലും കാര്യത്തോടെടുത്തപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. സ്വതസിദ്ധമായ ശൈലിയിൽ പെർഫോം ചെയ്യാൻ സംവിധായകൻ അനുവദിച്ചില്ല. പകരം ബ്രൂസ്ലിയെ അനുകരിച്ച് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്നും ലോവോ അവസരങ്ങൾ നൽകിയെങ്കിലും അപ്പോഴും അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ചു. ബ്രൂസ്ലി അനുകരണം പ്രേക്ഷകർ തിരസ്കരിച്ചതോടെ പടങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടു. നിരന്തര പരാജയമേറ്റ് മാനസികമായി തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ വൂപ്പിംഗ് എന്ന സംവിധായകൻ പുതിയ സിനിമയ്ക്കായി ജാക്കിയെ സമീപിച്ചു. എന്നാൽ ഫ്ലോപ്പുകൾ മാത്രമുള്ള ഹീറോയെ വെച്ച് പടം ചെയ്യരുതെന്ന് നിർമ്മാതാക്കൾ അദ്ദേഹത്തെ വിലക്കി. വൂപ്പിംഗ് അതൊന്നും കാര്യമാക്കിയില്ല. ജാക്കിയുടെ കഴിവുകളിൽ അദ്ദേഹത്തിന് അത്ര വിശ്വാസമായിരുന്നു. അങ്ങനെ ആക്ഷനും കോമഡിക്കും പ്രാധാന്യമുള്ള സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ജാക്കി തന്റേതായ ശൈലിയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, സ്ക്രിപ്റ്റിൽ രസകരമായ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഷൂട്ടിങ്ങിനിടയിൽ ജാക്കിയുടെ ഒരു പല്ല് നഷ്ടപ്പെടുകയും ചെയ്തു. സിനിമയുടെ റിലീസ് വരെയുള്ള രാത്രികളിൽ ജാക്കിക്ക് നേരാംവണ്ണം ഉറങ്ങാൻ പോലും സാധിച്ചില്ല. തന്റെ ശൈലിയിലുള്ള അഭിനയവും തിരക്കഥയും ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് അദ്ദേഹം വല്ലാതെ ഭയന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് സ്നേക്ക് ഇൻ ദി ഈഗിൾ ഷാഡോ എന്ന സിനിമ വൻ ഹിറ്റായി മാറി. മറ്റൊരു സംവിധായകൻ താൻ കണ്ടെത്തിയ നായകനെ വെച്ച് ഹിറ്റുണ്ടാക്കിയത് ലോവോയ്ക്ക് സഹിച്ചില്ല. അയാൾ കടപ്പാടിന്റെ പേരും പറഞ്ഞ് വീണ്ടും ജാക്കിയെ സമീപിച്ചു. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നല്ല മനസ്സുള്ള ജാക്കി ലോവോയുടെ വലയിൽ വീണു. അങ്ങനെ ജാക്കിയുടെ അഭിരുചികളുമായി പൊരുത്തപ്പെടാത്ത സിനിമകൾ പിറന്നു വീണു. എല്ലാം തവിടുപൊടിയായി മാറി. വീണ്ടും ഡ്രങ്കൻ മാസ്റ്റർ എന്ന പടവുമായി വൂപ്പിംഗ് ജാക്കിയെ സമീപിച്ചു. ഈ സിനിമ ബോക്സ് ഓഫീസ് ഇളക്കിമറിച്ചു എന്ന് മാത്രമല്ല, യുവാക്കൾക്കിടയിൽ ജാക്കി ഒരു തരംഗമായി മാറുകയും ചെയ്തു. അതുകൂടി കണ്ടതോടെ ലോവോ അടങ്ങിയിരുന്നില്ല. തന്റെ അടുത്ത പടത്തിൽ ജാക്കി അഭിനയിക്കണമെന്ന നിർബന്ധവുമായി അദ്ദേഹം വീണ്ടും സമീപിച്ചു. എന്നാൽ ഇത്തവണ ജാക്കി നോ പറഞ്ഞു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി. ജാക്കിയെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ലോവോ നീങ്ങി. ഇത് ജാക്കിയെ മാനസികമായി വിഷമിപ്പിച്ചെങ്കിലും കരുത്തനായ ജാക്കി ഒന്നിലും തളർന്നില്ല. ഡ്രാഗൺ ലോർഡ് എന്ന പേരിൽ അദ്ദേഹം സ്വയം ഒരു ചിത്രം സംവിധാനം ചെയ്തു. ഇതിന്റെ ഷൂട്ടിങ്ങിനിടയിൽ 100-ലധികം സ്റ്റണ്ട് നടന്മാർക്ക് പരിക്കേറ്റു. എങ്കിലും ശ്രമം വെറുതെയായില്ല. പടം സൂപ്പർ ഹിറ്റായി. ഒരു സാധാരണ നായകനിൽ നിന്നും ലോകമെമ്പാടും ആരാധകരുള്ള ജാക്കി ചാൻ എന്ന ഇതിഹാസത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നവരെ മറക്കാത്ത ജാക്കി ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ ആത്മസുഹൃത്തുക്കളായിരുന്ന 2 പേരെ ഉൾപ്പെടുത്തിയെടുത്ത സിനിമയാണ് പ്രൊജക്ട് എ. ഇതിന്റെ ചിത്രീകരണത്തിനിടയിൽ ഒരു നിർണായക സംഭവമുണ്ടായി. ചിത്രത്തിൽ ക്ലോക്ക് ടവറിൽ നിന്നും ജാക്കി വീഴുന്ന ഒരു സീനുണ്ട്. പലതവണ റീടേക്കുകൾ പോയിട്ടും ജാക്കിക്ക് തൃപ്തി വന്നില്ല. ഒടുവിൽ ലാസ്റ്റ് ടേക്കിൽ തലകുത്തനെ വീണ് ജാക്കിയുടെ കേൾവിക്ക് തകരാറുണ്ടായി.